ഹായ് മൈ ഡിയർ ഫാമിലി, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും നമുക്ക് മുതിർന്നവർക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റിയൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പഴമാണ് എടുത്തേക്കുന്നത്. മാത്രമല്ല ഇതിൽ ഒട്ടും തന്നെ എണ്ണ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ, അത്രയ്ക്ക് ഹെൽത്തിയാണ്. അപ്പം ഞാൻ ആ പഴം നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിപ്പം കുഞ്ഞിൻ്റെ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് ഞാൻ ഒരു പഴം മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ സ്ഥാനത്ത് 1, 2, 3 നമ്മുടെ ആളുകളുടെ എണ്ണ അനുസരിച്ച് നമുക്ക് പഴത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഈസിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പഴം അരിഞ്ഞു ശേഷം ഞാൻ പിന്നെ എടുക്കുന്നത് നമ്മുടെ ശർക്കരയാണ്. അത് നന്നായിട്ട് ചീവി എടുക്കുന്നുണ്ട്. ഒരു പഴത്തിന് ഒരു 1/4 ഗ്ലാസ് അളവിന് ശർക്കര എടുക്കുന്നുണ്ട്. പിന്നെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് മാറ്റാം. പിന്നെ ഞാൻ ശർക്കര എടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ 10 കലാപരിപാടി പാത്രം വയ്ക്കുന്നു. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നെയ്യാണ്. ആ നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം അതിലേക്ക് ചേർക്കുന്നുണ്ട്. ശേഷം നല്ലതുപോലെ വഴട്ടുമ്പോൾ അത് നല്ല ഗോൾഡൻ യെല്ലോ കളറാവും. ആ സമയത്ത് നമുക്കതൊന്ന് ഉടച്ച് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് അതൊന്ന് ഉടച്ച ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ശർക്കര കൂടി ചേർക്കുക. ഈ ശർക്കര മെൽറ്റായിക്കോളും. അപ്പോഴത്തേക്കും നമ്മളിത് അടിയിൽ പിടിക്കാതെ ഇളക്കി യോജിപ്പിക്കുക. ഈ യോജിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ പഴത്തിൻ്റെ ആ കട്ടയൊക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ്. ഇനി വെള്ളമൊന്നും വേറെ ചേർക്കേണ്ടതില്ല കേട്ടോ. പിന്നെ ആ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. പഴം നെയ്യിലും ശർക്കരയിലും കിടന്ന് വേവുന്നതിൻ്റെ ഒരു പ്രത്യേക മണം വരുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ സമയത്ത് തന്നെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ പഞ്ചാമൃതമൊക്കെ ഇല്ലേ, അത് കഴിക്കുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ശേഷം ഇതൊന്ന് ഡ്രൈ ആയി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ കൂട്ടത്തിൽ നമ്മുടെ പഴവും കൂടെ ഉടച്ചുടച്ച് കൊടുക്കാം. അങ്ങനെ ഒന്ന് നല്ലതുപോലെ ഡ്രൈ ആയി വന്നപ്പോഴത്തേക്കും ഞാൻ 1 കപ്പിന് റവ ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി നമ്മുടെ ആ മിക്സിലോട്ട് ആ റവയൊന്ന് പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതൊന്ന് പിടിച്ച ശേഷം ഞാനൊരു 4 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കുന്നുണ്ട്, ആ റവയൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ശേഷം അതും ഒന്ന് ഡ്രൈ ആയ ശേഷം തീ ഓഫ് ചെയ്ത് നമ്മുടെ ആ ഒരു കൂട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് ഞാൻ ആ കൂട്ട് ആ പാത്രത്തിൽ നിന്ന് മാറ്റി സെയിം പാത്രം തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറൊരു ഓയിലും ചേർക്കുന്നില്ല കേട്ടോ. സപ്പോസ് നെയ്യുടെ ആ സ്വാദ് ഇഷ്ടമില്ലാത്തൊക്കെ ഈ സ്ഥാനത്ത് നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അധികം ചൂടൊന്നും മാറിയിട്ടില്ല. ഞാനൊന്ന് നന്നായിട്ട് കുഴച്ച് ചെറിയ ചെറിയ ബോൾസാക്കിയാണ് എടുക്കുന്നത്. ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് ബോൾസിൻ്റെ അളവിലും അതിൻ്റെ ഷേപ്പിലും ഒക്കെ വ്യത്യാസം വരുത്താം. നമ്മുടെ ഇഷ്ടാനുസരണം അതൊന്ന് ഷേപ്പ് വരുത്തിയെടുക്കുക. ഇതിപ്പോൾ ഒരു പഴത്തിൽ നിന്ന് തന്നെ കുഞ്ഞിനെ കൊടുത്തുവിടാനും നമുക്ക് കുറച്ച് കഴിക്കാനും ഉണ്ടായിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, ഈസി ടു മേക്ക്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാം. ഇനി ഞാനത് ഫുള്ളായിട്ട് ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പാത്രത്തിൽ വെച്ചിരുന്ന നെയ്യ് ചൂടായിട്ടുണ്ട്. കുറച്ചുകൂടെ നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആ ബോൾസ് ഇട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വരണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്ന പോലെ ഇട്ട് കൊടുക്കാം. ഞാൻ ഫുള്ളോടെ ഇടുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് തീയൊന്നും കൂട്ടി വയ്ക്കരുത്. തീയെല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം ചെയ്താൽ മതി. അത് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരും. ആ സമയത്ത് നമുക്കത് മാറ്റി വയ്ക്കാം. നല്ല സോഫ്റ്റുമാണ്, ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈ പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി വെച്ച് നോക്കുക. അവർ പോലും അറിയാതെ അതൊന്ന് തീർന്ന് കിട്ടിക്കോളും.
പിന്നെ അധികം ഓയിലില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.